ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിന് പ്രതീക്ഷിക്കാവും. പക്ഷേ നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ നീറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് അത് വല്ലതും മനസ്സിലാവണമെങ്കിൽ നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരുവിധം നമുക്ക് മനസ്സിലായിരിക്കണം, ഒരുവിധം നമ്മൾ പഠിച്ചിരിക്കണം ആ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇന്നാണ് നമ്മുടെ 40-day ക്രാഷ് കോഴ്സിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. 40-day ക്രാഷ് കോഴ്സിൻ്റെ ആദ്യത്തെ ഡേ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് സെൽ സൈക്കിൾ, ബയോളജിയിൽ ഫിസിക്സിൽ ന്യൂക്ലിയ എന്ന് പറയുന്ന +2 ചാപ്റ്ററാണ് കവർ ചെയ്യുന്നത്, ആൻഡ് കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി. സോ നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് വൈസ് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്മൾ ആദ്യം കവർ ചെയ്യും. എന്നിട്ടൊരു 40 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്യാനാണ് നോക്കുന്നത്. അതിനുശേഷം റിമൈനിങ് ഉള്ള ദിവസം നമ്മൾ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് എന്താണ് സെൽ സൈക്കിൾ? അത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. ഇപ്പോൾ നമ്മുടെ ചാനലിലുള്ള സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലൈവ് ക്ലാസ് എടുക്കണമെന്നാണ്. ലൈവ് ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം. ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സെൽ സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒരു സെൽ ഡിവിഷൻ തുടങ്ങി അടുത്തൊരു സെൽ ഡിവിഷൻ നടക്കുന്നത് വരെ സെല്ല് പല സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്ത് പോകും. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ദ സ്റ്റേജസ് ത്രൂ വിച്ച് ദ സെൽ പാസ് ഫ്രം വൺ സെൽ ഡിവിഷൻ ടു അനദർ സെൽ ഡിവിഷൻ ഈസ് നോൺ ആസ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി സെൽ സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, സെൽ സൈക്കിൾ എന്ന് പറയുന്നത് അത് ഓർഗാനിസം ടു ഓർഗാനിസത്തിലോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഒരു സെൽ ടൈപ്പിൽ നിന്ന് വേറൊരു സെൽ ടൈപ്പിലോട്ട് പോകുമ്പോൾ സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. അതായത് ഈ സെൽ ടൈപ്പ് ഉദ്ദേശിക്കുന്നത് പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 24 മണിക്കൂറാണ്. ഹ്യൂമൻസിൽ ഏകദേശം 24 മണിക്കൂർ കഴിയുമ്പം സെല്ല് ഒരു വട്ടം ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഹ്യൂമൻസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈസ്റ്റിൻ്റെ കേസിലാണ് സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് മാത്രമാണ്. ഈസ്റ്റിൻ്റെ കേസിൽ സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ സെൽ സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൽ സൈക്കിളിനെ പറ്റി ഒരു ചാർട്ട് പോലെ പറയാം. സോ ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ NCERT മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് ചെയ്യണം. സോ നമ്മൾ സെൽ സൈക്കിളിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ സെൽ സൈക്കിൾ നമ്മൾ രണ്ടായിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർഫേസ് എന്നും അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് എം ഫേസ് എന്നറിയപ്പെടുന്നു. ഈ എം ഫേസിനെ നമ്മൾ വേറൊരു പേരെന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഫേസ് എന്നാണ് എം ഫേസിന് അറിയപ്പെടുന്നത്. ഇൻ്റർഫേസിൻ്റെ വേറൊരു പേര് റെസ്റ്റിംഗ് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്നറിയപ്പെടുന്നു, എം ഫേസിനെ മൈറ്റോട്ടിക് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസിലാണ് ആക്ച്വൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് നടക്കുന്നത്. ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ്, എം ഫേസിൽ വെച്ചിട്ടാണ് ആക്ച്വൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് നടക്കുന്നത്. ഇത് ഒരു എം ഫേസ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ ആണെന്ന് വിചാരിച്ചോ. ഇത് അടുത്തൊരു മൈറ്റോട്ടിക് ഡിവിഷൻ. അടുത്തടുത്തുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ, അഡ്ജസൻറ്റ് അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഇടയിലുള്ള ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ്, എന്തെന്ന് പറയുന്നത്, ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇൻ്റർഫേസ് റെപ്രസെൻറ്റ് ദ ഫേസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഓർ സക്സസീവ് എം ഫേസസ്. അത് മനസ്സിലായാലും. ഇനി എന്തുകൊണ്ടാണ് ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്ന് അറിയപ്പെടുന്നത്? ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഇൻ്റർഫേസിനെ നമുക്കത് വേറൊരു പോയിന്റ് പറഞ്ഞിട്ട് അതിലോട്ട് പോകാം. നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് സെൽ സൈക്കിളിൻ്റെ ഏകദേശം 95% കൂടുതൽ
സെൽ സൈക്കിളിൽ 95% കൂടുതൽ വരുന്നത് ഇൻ്റർഫേസ് ആണ്. സെൽ സൈക്കിളിൻ്റെ 95% കൂടുതൽ വരുന്നത്. ഈ എം ഫേസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കിട്ടും. ഒന്നെന്ന് പറയുന്നത് കാരിയോകൈനേസിസ്, രണ്ടെന്ന് പറയുന്നത് സൈറ്റോകൈനേസിസ്. സോ എന്താണ് കാരിയോകൈനേസിസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഡിവിഷനെ പറയുന്ന പേരാണ് കാരിയോകൈനേസിസ് എന്ന് പറയുന്നത്. സൈറ്റോകൈനേസിസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനാണ് സൈറ്റോകൈനേസിസ് എന്നറിയപ്പെടുന്നത്. സോ ഈ കാരിയോകൈനേസിനെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. സോ നമുക്കിതിന് ഓർത്ത് വയ്ക്കാനുള്ള കോഡ് എന്ന് പറയുന്നത് പി മാറ്റ് എന്ന് ആലോചിച്ചാൽ. സോ സൈറ്റോകൈനേസിസ് എന്ന് പറയുന്നത് അനിമൽസിൽ വേറെ രീതിയിലാണ്, പ്ലാന്റ്സിൽ വേറെ രീതിയിലാണ്. അനിമൽസിലാണെങ്കിൽ ഫെറോ ഫോമേഷൻ വഴിയാണ് സൈറ്റോകൈനേസ് നടക്കുന്നത്, ഫെറോ ഫോമേഷൻ വഴി അനിമൽസിൽ. പ്ലാന്റിലാണെങ്കിൽ സെൽ പ്ലേറ്റിൻ്റെ ഫോമേഷൻ വഴിയാണ് സൈറ്റോകൈനേസ് നടക്കുന്നത്. പ്ലാന്റിലാണെങ്കിൽ സെൽ പ്ലേറ്റിൻ്റെ ഫോമേഷൻ വഴിയാണ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനായിട്ടുള്ള സൈറ്റോകൈനേസ് നടക്കുന്നത്. ഇനി G1 ഫേസിനാണെങ്കിൽ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ G1 ഫേസിനെ ഗ്യാപ്പ് 1 ഫേസ് എന്നറിയപ്പെടുന്നു. പിന്നെ എസ് ഫേസ് നമ്മൾ സിന്തറ്റിക് ഫേസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ G2 ഫേസിന് നമ്മൾ ഗ്യാപ്പ് 2 ഫേസ് എന്നറിയപ്പെടുന്നു. ഇത് ഇത്രയാണ് ഇതിൽ വരുന്നത്. സോ എം ഫേസ് തുടങ്ങുന്നതെല്ലാം കാരിയോകൈനേസിലും അത് കഴിഞ്ഞ് സൈറ്റോകൈനേസാണ്. സോ സെൽ സൈക്കിളിൻ്റെ കറക്റ്റ് ഓർഡർ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഇൻ്റർഫേസിൽ ആദ്യം നടക്കുന്നത് ആരാണ്? G1 ഫേസ്, അത് കഴിഞ്ഞ് എസ് ഫേസ്, അത് കഴിഞ്ഞ് G2 ഫേസ്. ഇത് കഴിഞ്ഞ ഉടനെ കാരിയോകൈനേസ് തുടങ്ങും. ഇൻ്റർഫേസ് കഴിഞ്ഞ ഉടനെ കാരിയോകൈനേസ് തുടങ്ങും. സോ കാരിയോകൈനേസിൽ ആദ്യം ആരാണ് നടക്കുന്നത്? കാരിയോകൈനേസ് അല്ല, എം ഫേസ് നടക്കും. എം ഫേസിൽ ആദ്യം നടക്കുന്നത് കാരിയോകൈനേസ് ആണ്. കാരിയോകൈനേസിൽ ആദ്യം നടക്കുന്നത് പ്രോഫേസ്, പിന്നെ മെറ്റാഫേസ്, പിന്നെ അനാഫേസ്, പിന്നെ ടീലോഫേസ്. ഇതാണ് എം ഫേസിൽ കാരിയോകൈനേസിൽ നടക്കുന്ന ഓർഡർ എന്ന് പറയുന്നത്. ഇനി സൈറ്റോകൈനേസിൽ അത് കഴിഞ്ഞ് സൈറ്റോകൈനേസ് നടക്കും. അപ്പം മുഴുവൻ ഓർഡർ പറയുകയാണെങ്കിൽ സെൽ സൈക്കിൾ ആദ്യം G1 ഫേസ്, പിന്നെ എസ് ഫേസ്, പിന്നെ G2 ഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ആൻഡ് സൈറ്റോകൈനേസിസ്. ഇതാണ് ഓവറാൾ ഓർഡർ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് നോക്കാം. സോ എന്താണ് ഇൻ്റർഫേസ് കഴിഞ്ഞിട്ടാണ് എം ഫേസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം എം ഫേസിൽ എന്താണ് സെൽ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈറ്റോട്ട് ഡിവിഷനിൽ ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്നത് എം ഫേസിൽ വെച്ചിട്ടാണ്. അപ്പം സെൽ ഡിവിഷനായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻ ലൈക്ക് സെല്ലിൻ്റെ ഗ്രോത്ത് ആവട്ടെ, DNA റെപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഇൻ്റർഫേസിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഇൻ്റർഫേസിനെ നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്നും പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഈ G1 ഫേസിലെയും എസ് ഫേസും G2 ഫേസിലെയും അതുപോലെ തന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും പ്രത്യേകതകളെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ. ഫസ്റ്റ് G1 ഫേസ് പറയാം. G1 ഫേസിൻ്റെ കേസ് പറയുമ്പോൾ G1 ഫേസ് എന്ന് പറയുന്നത് എസ് ഫേസിന് മുമ്പുള്ള ഒരു ഫേസാണ്. സോ നിങ്ങൾ ബേസ് ആക്കി വയ്ക്കേണ്ടത് എസ് ഫേസിനെയാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, എസ് ഫേസിൽ എന്തോ സിന്തറ്റിക് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തോ ഒന്ന് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സോ പുതിയ DNA മോളിക്യൂളും സെൻട്രിയോളുമാണ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത്. സോ പുതിയ DNA മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റെപ്ലിക്കേഷൻ വഴിയാണ്. സോ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് സെൻട്രിയോളിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതൊക്കെ എസ് ഫേസിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ സെൻട്രോസോമിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിൽ വെച്ചിട്ടാണ്. ഈ സെൻട്രോസോം എന്ന് വെച്ചാൽ ഒരു സെൻട്രോസോമിൻ്റെ അകത്ത് രണ്ട് സെൻട്രിയോൾ കാണും. ഓക്കെ, ഇനി G1 ഫേസ് നിങ്ങൾ ആദ്യം ഇതൊരു ബേസ് ആയിട്ട് വെക്കണം, എസ് ഫേസ് ഒരു ബേസ് ആക്കി വെക്കണം. സോ എസ് ഫേസിൽ എന്താണ് DNA റെപ്ലിക്കേഷൻ നടക്കുകയാണ്. സോ DNA റെപ്ലിക്കേഷന് വേണ്ടി എന്ത് വേണം? എൻസൈംസ് വേണം. ആ എൻസൈമിൻ്റെ സിന്തസിസ് നടക്കുന്നത് ഈ ഒരു ഫേസിലാണ്. അപ്പോൾ എൻസൈമിൻ്റെ സിന്തസിസ്, പിന്നെ എനർജി വേണം സിന്തസൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ATP വേണം. സോ ATP സിന്തസൈസ് ചെയ്യണോണ്ട് തന്നെ എന്താണ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. പിന്നെ എന്താണ് ഈ DNA ഉണ്ടാക്കാൻ വേണ്ടി DNDPസിൻ്റെ സിന്തസൈസ് വേണം. DNDPs എന്തെന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേസിനെ പറയുന്ന പേരാണ് DNDP എന്ന് പറയുന്നത്. അത് DNA ഉണ്ടാക്കാൻ വേണ്ടി
DNTPs വേണം. ഇത് ഇത്രയും ഇവിടെ ഈ ഒരു ഫേസിലാണ് നടക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സെൽ ഓർഗനൽസിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഈ ഒരു ഫേസിലാണ് നടക്കുന്നത്. സെൽ ഓർഗനൽസിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് G1 ഫേസിലാണ് നടക്കുന്നത്. പിന്നെ G1 ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? G1 ഫേസ്, S ഫേസ്, G2 ഫേസ്, ഇതിന് തൊട്ടുമുമ്പ് എന്താണ്? M ഫേസ് ആണ് മുഴുവനായിട്ട്. സോ G1 ഫേസ് എന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ നടക്കുന്ന S ഫേസിനും മൈറ്റോസിസിനും ഇടയിലാണ്. സോ G1 ഫേസ് is a interval between mitosis and initiation of DNA replication. പിന്നെ ഈ ഒരു ഫേസിൽ വെച്ച് സെൽ എന്ന് പറയുന്നത് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. പക്ഷേ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ ഈ ഒരു ഫേസിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫേസിൽ DNA റെപ്ലിക്കേഷൻ ആബ്സെൻ്റ് ആണ്, സെൽ ഗ്രോത്ത് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൻ്റെ ഇൻക്രീസ് വെച്ചിട്ടാണ് പറയുകയാണെങ്കിൽ, സെൽ ഗ്രോത്ത് സൈറ്റോപ്ലാസത്തിൻ്റെ ഇൻക്രീസ് വെച്ചിട്ടാണ് പറയുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ DNA റെപ്ലിക്കേഷൻ S ഫേസിൽ നടക്കുമെന്നും. സോ ഈ അനിമൽസിലാണ് നടക്കുന്നത്. അനിമൽസിൽ മാത്രമേ മറ്റുള്ളിൽ നടക്കും. അനിമൽസിൽ നമ്മൾ കോമൺലി പറയാം. അനിമൽസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്തും സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. നമ്മൾ +1 മുതലേ പഠിച്ചു എന്താണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് ക്രോമസോം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഇങ്ങനെയാണ് ഇരിക്കണമെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരുന്നത്. സോ അതൊരു തെറ്റായ ധാരണയായിരുന്നു. ക്രോമസോം എന്ന് പറയുന്നത് ഇതൊരു ക്രോമസോമാണെന്ന് വിചാരിച്ചോ. ഇതാണ് ക്രോമസോമിൻ്റെ സെൻട്രോമിയർ എന്ന റീജിയൻ. ഈ രണ്ട് സൈഡിൽ കൈനറ്റോകോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നത്. ഇത് ഒരു ക്രോമസോമിന് ഒരു ക്രോമാറ്റിഡാണ് കാണപ്പെടുന്നത്. ഒരു ക്രോമാറ്റിൽ DNA ഒരു എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർ കോയിൽഡ് ഫോമിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം ഒരു ക്രോമസോമിൽ ഒരു ക്രോമാറ്റിഡ് 2 ആമാണ് ഉള്ളത്. ഈ S ഫേസ് കഴിയുമ്പോൾ ഒരു DNA മോളിക്യൂൾ ഉണ്ടാവും. ആ ഉണ്ടാകുന്ന DNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഈ ഇൻ്റർവെയിൻ ചെയ്താണ് കാണപ്പെടുന്നത്. ആദ്യം ഉണ്ടായിരുന്ന DNA മോളിക്യൂളിനെ ഇൻ്റർവെയിൻ ചെയ്താണ് കാണപ്പെടുന്നത്. അത് ഡിസ്റ്റിൻ്റ് ഒന്നുമല്ല, ഒരുമിച്ച് ഇൻ്റർവെയിൻ ചെയ്താണ് കാണപ്പെടുന്നത്. സോ S ഫേസ് കഴിയുമ്പോൾ ഒരു ക്രോമാറ്റിഡും കൂടെ ഇതിൻ്റെ കൂടെ വരും. സോ S ഫേസ് കഴിയുമ്പം ആദ്യം ക്രോമസോമിൻ്റെ എണ്ണം 2n ആണെന്ന് വിചാരിച്ചു ഒരു സെല്ലിൻ്റെ അകത്ത്. S ഫേസ് കഴിയുമ്പോഴും ക്രോമസോമിൻ്റെ എണ്ണം 2n തന്നെയാണ്. പക്ഷേ DNA കണ്ടന്റ് പെർ സെൽ ആദ്യം നമ്മുടെ ഒരു സെല്ലിൻ്റെ അകത്തൊരു 46 DNA ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അതായത് ഒരു ക്രോമസോം ഒരു DNA അല്ലേ, 46 DNA ഉണ്ടെന്ന് വിചാരിച്ചു. S ഫേസ് കഴിയുമ്പോൾ ഇത് 92 DNA ആയിട്ട് മാറും. അതായത് DNA കണ്ടന്റ് പെർ സെൽ ആദ്യം 2C ആയിരുന്നെങ്കിൽ S ഫേസ് കഴിയുമ്പോൾ അത് 4C ആയിട്ട് മാറും. ഇതാണ് S ഫേസിനെ പറ്റി പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി G2 ഫേസ് എന്ന് പറയുന്നത് എന്തിനു ശേഷം G2 ഫേസിന് ശേഷം എന്താണ് വരുന്നത്? G2 ഫേസിന് ശേഷം വരുന്നത് എന്താണ്? M ഫേസിലെ വരുന്നത്. G2 ഫേസിന് ശേഷം വരുന്നത് M ഫേസ് ആണ്. സോ ഈ ഒരു ഫേസിൽ എന്താണ്? സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സ്പിൻഡിൽ ഫോർമേഷൻ അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു സ്റ്റേജിലല്ലേ നടക്കുന്നത്. സെൽ ഡിവിഷൻ നടക്കേണ്ട ഈ ഒരു സ്റ്റേജിലല്ലേ. അപ്പോൾ സ്പിൻഡിൽ ഫോർമേഷൻ നടക്കേണ്ടത് M ഫേസിലാണ്. സോ സ്പിൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീനെ പറയുന്നവരാണ് ട്യൂബുലിൻ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത്. സോ ട്യൂബുലിൻ പ്രോട്ടീൻ്റെ സിന്തസിസ് നടക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആയിട്ടുള്ള G2 ഫേസിലാണ്. ട്യൂബുലിൻ പ്രോട്ടീൻ്റെ സിന്തസിസ് ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. പിന്നെ സൈറ്റോപ്ലാസ്റ്റിക് ഇൻക്രീസ് എന്ന് പറയുന്നത് ഇവിടെ കാണപ്പെടുന്നുണ്ട്. സെല്ലെന്ന് പറയുന്നത് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സെല്ല് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സൈറ്റോപ്ലാസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രത്യേകതരം സ്റ്റേജാണ് G0 സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം G0 സ്റ്റേജിന് വേറൊരു പേരാണ് ക്വിസൻറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്നത്. സോ ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഡൽട്ട് അനിമൽസിൽ ചില സെൽസ് എന്ന് പറയുന്നത് അവർ G1 ഫേസിൽ ഗ്രോത്തൊക്കെ അറ്റൈൻ ചെയ്തിട്ട് G1 ഫേസിനെ എക്സിറ്റ് ചെയ്യും. അവർ പിന്നെ ഡിവൈഡ് ചെയ്യില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യാത്ത സെൽസാണ് ഹാർട്ട് സെൽസ് എന്ന് പറയുന്നത്. മെജോറിറ്റി സെൽസ് എന്ന് പറയുന്നത് ഒക്കേഷണലി മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. എന്തിനെന്ന് വെച്ചാൽ ഈ സെൽ ഡെത്ത് കൊണ്ട് നശിച്ചു പോയ സെൽസിനെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാമേജ് വന്ന സെൽസിനെ റീപ്ലേസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമാണ് ഈ സെല്ല് ഡിവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ G0 സ്റ്റേജിൽ പോയ സെൽസ് മെറ്റബോളിക്കലി ഇവരെന്ന് പറയുന്നത് ഇന്നാക്റ്റീവാണ്, പക്ഷേ മെറ്റബോളിക്കലി ആക്റ്റീവാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇവർ ഡിവൈഡ് ചെയ്യുള്ളൂ. സോ അപ്പം ഇവിടെ എന്താണ് G1 ഫേസ് നിങ്ങൾ ആലോചിക്കണമെന്ന് വെച്ചാൽ G1 ഫേസിനെ എക്സിറ്റ് ചെയ്തിട്ടാണ് G0 സ്റ്റേജിലോട്ട് വന്നത്. പിന്നെ ഹാർട്ട് സെൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഫർദർ ഡിവൈഡ് ചെയ്യാത്ത സെൽസാണ് ഹാർട്ട് സെൽസിനുള്ളത്.
ഈ 2 പോയിന്റ് മെയിനായിട്ട് ഇത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇൻ്റർഫേസിൻ്റെ മെയിനായിട്ടുള്ള NCERT പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എംഫേസിനെ പറ്റിയാണ്. എംഫേസ് ഞാനപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫോണിൽ ഓരോ പാരാഗ്രാഫ് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം പറഞ്ഞുതരാൻ ഇങ്ങനെ എഴുതണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഇങ്ങനെ എടുക്കുന്നത് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുക്കാം. ഇനി അടുത്ത നമ്മൾ എംഫേസിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫേസ് ആണ്. സോ പ്രോഫേസിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ക്രോമസോമിൻ്റെ നമ്മുടെ സെല്ലെടുക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ കണ്ടൻസേഷൻ്റെ ഇനിഷ്യേഷൻ ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനിഷ്യേഷനോ കണ്ടൻസേഷനോ ക്രോമസോമൽ മെറ്റീരിയൽ ആയിട്ടുള്ള ക്രൊമാറ്റിൻ. അപ്പം ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിട്ട് ക്രോമസോം ആകും. ഇങ്ങനെ ഇരിക്കും. പിന്നെ ഈ എസ് ഫേസിലുണ്ടായ എസ് ഫേസിലും അതുപോലെ തന്നെ G2 ഫേസിലൊക്കെ കാണപ്പെടുന്ന DNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിസ്റ്റിൻ്റ് അല്ല, ഇതുമായിട്ട് ഇൻ്റർവെയിൻ ചെയ്താണ് ഉണ്ടായത്. പിന്നെ എസ് ഫേസിലുണ്ടായ സെൻട്രിയോൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പോളിലോട്ട് പോകും. എന്നിട്ട് ഒരു സെൻട്രിയോളിൻ്റെ അകത്ത് നിന്ന് 2 ആസ്റ്റേഴ്സും 2 ആസ്റ്റർ ഫൈബറും പിന്നെ കുറച്ച് സ്പിൻഡിൽ ഫൈബേഴ്സും ഫോം ചെയ്യുന്നു. ഈ ആസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോട്യൂബ്യൂൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്രോട്ടീനാണ് മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ 2 ആസ്റ്റേഴ്സിനെയും സ്പിൻഡിൽ ഫൈബേഴ്സിനെയും ചേർത്ത് പറയുന്ന പേരാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്നറിയപ്പെടുന്നത്. മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്. ഇനി പ്രോഫേസിൻ്റെ എൻഡൊക്കെ ആകുമ്പോൾ ഏകദേശം പ്രോഫേസ് തീരാറാകുമ്പം ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറയുന്നത് പാർഷ്യലി ഡിസപ്പിയർ ആവും. ഫുള്ളായിട്ട് ഡിസപ്പിയർ ആവും. പിന്നെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ഡിസപ്പിയർ ആവും. ഗോൾജി കോംപ്ലക്സ് ഡിസപ്പിയർ ആവും. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മ റെറ്റിക്കുലവും ഡിസപ്പിയർ ആവും. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ഫേസിൻ്റെ അവസാനമാണ് നടക്കുന്നത്. ഇതാണ് പ്രോഫേസ് നടക്കുന്നത്. ഇനി മെറ്റാഫേസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇവിടെ നമ്മുടെ ന്യൂക്ലിയർ മെമ്പറൈൻ പാർഷ്യലി ഡിസപ്പിയർ ആവണമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആ ന്യൂക്ലിയർ മെമ്പറൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവും. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യുമ്പോൾ ഒരു ക്രോമസോം എന്ന് പറയുന്ന സൈറ്റോപ്ലാസം സ്പ്രെഡ് ചെയ്യും. ക്രോമസോം ഇങ്ങനെ സൈറ്റോപ്ലാസ്മിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. പിന്നെ ഈ ക്രോമസോം എന്ന് പറയുന്നത് ഈ ഒരു ഫേസിൽ വെച്ചിട്ട് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അകത്തൂടെ ക്രോമസോമിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ക്രോമസോമിനെ നമുക്ക് നല്ല ഈസിലി വിസിബിൾ ആയിട്ട് കാണാൻ കഴിയും. സോ മോർഫോളജി ഓഫ് ക്രോമസോം ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ഒരു ഫേസിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ ഒരു ഫേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത് കൈനറ്റോകോറിലാണ് അറ്റാച്ച് ചെയ്യണമെന്ന് അറിയാം. സോ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ കൈനറ്റോകോറിൽ വന്നിട്ട് സ്പിൻഡിൽസ് അറ്റാച്ച് ചെയ്തിട്ട് സ്പിൻഡിലിനെ അറ്റാച്ച് ചെയ്യും. സോ സ്പിൻഡിൽസിനെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ക്രോമസോമിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി ഇക്വിറ്റോറിയൽ റീജിയനിൽ ഇങ്ങനെ വയ്ക്കും സ്പിൻഡിൽസ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് മെറ്റാഫേസിൻ്റെ ഒരു പ്രത്യേകതയാണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. സോ വേറൊരു പോയിന്റ് പറഞ്ഞാൽ ഇതൊരു ക്രോമസോമാണ്. ഈ ക്രോമസോമിന് ഈ 2 ക്രോമാറ്റിഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 2 ക്രോമാറ്റിഡിനെയും പറയുന്നതാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഇതൊരു സിസ്റ്റർ ക്രോമാറ്റിഡ്, ഇതതിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്. ഓക്കെ. ഇനി പ്രോഫേസ്, മെറ്റാഫേസ്. ഇനി അനാഫേസ്. സോ അനാഫേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രോമസോംസിൽ ഇതിൻ്റെ സെൻട്രോമിയറിൽ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും സെൻട്രോമിയറിൽ വെച്ചിട്ട് സൈമൾട്ടേനിയസ്ലായിട്ട് ഈ പൊട്ടും. സോ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവരിങ്ങനെ പൊട്ടിയതിന് ശേഷം ഇവർ ഓപ്പോസിറ്റ് പോളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സൈമൾട്ടേനിയസ്ലി ആയിട്ടാണ് പൊട്ടുന്നത്. ഓപ്പോസിറ്റ് പോളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഇവരിങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു ഓരോ പോളിലോട്ട് പോകും. ഇതാണ് അനാഫേസിൽ നടക്കുന്നത്. ഇതാണ് നടക്കുന്നത്. ഇനി ടീലോഫേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ വന്ന് ക്രോമസോം ഈ 2 കോർണറിൽ അല്ലെങ്കിൽ 2 പോളിൽ ഇങ്ങനെ എത്തിയല്ലേ, ക്രോമസോം എന്ന് പറയുന്നത് ഡീകണ്ടൻസ് ചെയ്യും.
അപ്പോൾ ക്രോമസോമിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ലോസ് ചെയ്യും, ഡീകണ്ടൻസ് ചെയ്യും, ക്രോമസോമിൻ്റെ ഐഡൻറ്റിറ്റി ലോസ് ചെയ്യും. സോ ക്രോമസോമിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ പ്രോഫേസിൻ്റെ നടന്ന എല്ലാ ഓപ്പോസിറ്റ് ഇവിടെ നടക്കും. അതായത് നേരത്തെ ന്യൂക്ലിയർ മെമ്പറൈൻ ഇവിടെ ഡിസപ്പിയർ ചെയ്തു, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറയുന്നത് ഇവിടെ വന്നു, പിന്നെ ഇവിടെ ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്തു, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് വന്നു, ഇവിടെ ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡിസപ്പിയർ ചെയ്തു, അത് രണ്ടും ഇവിടെ വന്നു. ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ടും തിരിച്ചു വന്നു. സോ ഇത് ഇത്രയാണ് എന്താണെന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ ടീലോഫേസ് എന്നറിയപ്പെടുന്നത്. സോ ഇത് കഴിയുമ്പോൾ നമുക്ക് 2 സെല്ല് നമുക്ക് ഫോം ചെയ്യും. 2 സെല്ലല്ല, 2 ന്യൂക്ലിയെ ഫോം ചെയ്യും. ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ 2 ന്യൂക്ലിയെ ഫോം ചെയ്യും. ഇനി സൈറ്റോകൈനസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. സൈറ്റോകൈനസിസ് നടന്നാൽ മാത്രമേ നമുക്ക് 2 സെല്ലായിട്ട് കിട്ടുള്ളൂ. സൈറ്റോകൈനസിസ് നടന്നാൽ മാത്രമേ നമുക്ക് 2 സെല്ലായിട്ട് കിട്ടുള്ളൂ. സോ സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനാണ്. സോ ഫസ്റ്റ് നമുക്ക് ആനിമൽസിൻ്റെ കേസ് പറയാം. അതൊരു അനിമൽ സെല്ലാണെന്ന് വിചാരിച്ചു. അനിമൽസിലാണെങ്കിൽ ഫെറോ ഫോമേഷൻ ആണ് സൈറ്റോകൈനേസ് നടക്കുന്നത്. അതായത് പെരിഫറി അല്ലെങ്കിൽ ഔട്ടർ സർഫസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പ്ലാസ്മ മെമ്പറിൽ ഇങ്ങനെ ഒരു ഫോറോ പോലെ ഫോം ചെയ്യും 2 സൈഡിൽ നിന്ന്. എന്നിട്ട് ആ ഫോറോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ട് 2 സെല്ലാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരും, എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ട് 2 സെല്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് പെരിഫറി ടു സെൻറ്ററിലോട്ടാണ് ഈ ഫോറോ ഫോമേഷൻ്റെ ഗ്രോത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് സെല്ലിൻ്റെ കേസ് എടുക്കുമ്പോൾ സെൻറ്ററിലൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത് സെൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ സെൽ പ്ലേറ്റ് 2 ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെല്ലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽ പ്ലേറ്റ് എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പം അടുത്തടുത്തുള്ള 2 സെല്ലാണെന്ന് വിചാരിച്ചോ. ഇത് സെല്ലിൻ്റെ ഒരു ന്യൂക്ലിയസ്, ഇത് അടുത്തൊരു ന്യൂക്ലിയസ്. അപ്പം അടുത്തടുത്തുള്ള സെല്ലുകളുടെ ഇൻ ബിറ്റ്വീനായിട്ട് കാണപ്പെടുന്ന മിഡിൽ ലാമലിൽ തന്നെയാണ് ഈ സെൽ പ്ലേറ്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൽ പ്ലേറ്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന അടുത്തടുത്തുള്ള സെൽസുകളുടെ ഇടയിലുള്ള മിഡിൽ ലാമലിലാണ് സെൽ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മിഡിൽ ലാമൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം പെപ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില ഓർഗാനിസത്തിൽ കാരിയോകൈനേസ് കഴിഞ്ഞാൽ സൈറ്റോകൈനേസ് നടക്കില്ല. അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻസ് അറേഞ്ച് ചെയ്യാം. അതിനാണ് സിൻസീഷ്യം എന്നറിയപ്പെടുന്നത്. സിൻസീഷ്യം അതൊരു എഴുതിയിട്ടാണ് കേട്ടോ, സിൻസീഷ്യം. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ടാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ടാണ് എക്സാമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി മൈറ്റോസിസിൻ്റെയും മിയോസിസിൻ്റെയും മൈറ്റോസിസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. മൈറ്റോസിസ് എന്ന് പറയുന്നത് അനിമൽസിലാണെങ്കിൽ അനിമൽസിൻ്റെ കേസ് എടുക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽസിൽ മാത്രമേ മൈറ്റോസിസ് നടക്കുള്ളൂ. പക്ഷേ ഒരു പ്ലാന്റ് സെല്ലിൻ്റെ കേസ് എടുക്കുമ്പോൾ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽസിൽ നടക്കും, ഹാപ്ലോയിഡ് സെൽസിൽ നടക്കും. ഇനി മൈറ്റോസിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയാം. സോ മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുമ്പോൾ മൈറ്റോസിസ് എന്ന് പറയുന്നത് യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ആയിട്ടെന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽസിൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ സം സോഷ്യൽ ഇൻസെക്ട്സിൻ്റെ കേസിലും സം ലോവർ പ്ലാന്റ്സിൻ്റെ കേസിലും പിന്നെ ചില സോഷ്യൽ ഇൻസെക്ട്സിൻ്റെ കേസിലും ഹാപ്ലോയിഡ് സെൽസും മൈറ്റോസിസ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ സെല്ലെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു സൈഗോട്ടായിരുന്നു. നമ്മളൊരു സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആയി. ഈ എംബ്രിയോ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലാർ ആയിരുന്നു. അതിൽ നിന്നാണ് നമ്മളെ മൾട്ടി സെല്ലാർ ഓർഗാനിസമായിട്ടുള്ള ഹ്യൂമൻസൊക്കെ ഫോം ചെയ്തു വന്നത്. അപ്പം മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷൻ വഴിയാണ് നമ്മൾ യൂണിസെല്ലാർ ആയിരുന്നു മൾട്ടി സെല്ലാറായിട്ട് മാറിയത്. അതൊരു സിഗ്നിഫിക്കൻസ് ആണ്. പിന്നെ നമ്മൾ ഈ സെല്ലെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ, അതായത് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഡിസ്റ്റർബ് ചെയ്യും. സോ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് എന്ത് നടക്കുന്നത്, ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോനെ റീസ്റ്റോർ ചെയ്യാനായിട്ടാണ് എന്ത് നടക്കുന്നത്, സെൽ ഡിവിഷൻ എന്ന് നടക്കുന്നത്. പിന്നെ നമ്മൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസ് ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ലൈനിങ് ആവട്ടെ, അതുപോലെ തന്നെ ബ്ലഡൊക്കെ, ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള സെല്ലാണ്. സോ ഇവർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ മൈറ്റോസിസ് നടന്നേ പറ്റുള്ളൂ. പിന്നെ പ്ലാന്റ്സിൻ്റെ കേസിൽ ത്രൂ ഔട്ട് ദ ലൈഫ് അവർക്ക് ഗ്രോ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതിന് കാരണം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ്. സോ ലാറ്ററൽ ക്യാമ്പിയം ആവട്ടെ, അപ്പിക്കൽ ക്യാമ്പിയം ആവട്ടെ, ഇവരൊക്കെ ഡിവൈഡ് ചെയ്യുന്ന മൈറ്റോസിസ് വഴിയാണ്. ഇനി മിയോസിസ്. മിയോസിസ് എന്ന് പറയുന്നതിന് നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നറിയപ്പെടുന്നു. മിയോസിസിന് നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നറിയപ്പെടുന്നു. ഇതിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്രോമസോം, പാരന്റിൽ എത്രയാണ് ക്രോമസോം ഉള്ളത് അതിൻ്റെ പകുതിയാണ് അവസാനം നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ഈ ഉണ്ടായ സെല്ലിൽ.
സോ മിയോസിസിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും. സോ മിയോസിസ് 1 എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ അതിലാണ് ആക്ച്വലി നടക്കുന്നത്, അതായത് അതിലാണ് ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാവുന്നത്. മിയോസിസ് 2 എന്ന് പറയുന്ന ഇക്വേഷണൽ ഡിവിഷനാണ്. ഇതെന്ന് പറയുന്നത് മൈറ്റോസിന് സിമിലർ ആണ്, അതായത് ക്രോമസോമിൻ്റെ എണ്ണത്തിന് ചേഞ്ച് ഒന്നുമില്ല. സോ ഈ മിയോസിസിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് involves the pairing of homologous chromosome and recombination between non-sister chromatid or homologous chromosomes ഉണ്ട് ഈ ഒരു മിയോസിലാണ് നടക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഈ എന്താണ് മിയോസിൽ നടക്കുന്നത് ഹോമലോഗസ് ക്രോമസോംസ്. ഫസ്റ്റ് എന്താണ് ഹോമലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞുതരാം. ഇതൊരു ക്രോമസോം ആണെന്ന് വിചാരിച്ചു, ഇതൊരു ക്രോമസോം, ഇത് അടുത്തൊരു ക്രോമസോം. രണ്ട് ക്രോമസോമുകളുടെ ഹോമലോഗസ് സൈറ്റ്, അതായത് ഒരേപോലത്തെ സൈറ്റുകളിൽ നോക്കുമ്പോൾ ഒരു ജീനിൻ്റെ തന്നെ അലീൽസാണ് കാണപ്പെടുന്നത്. ഇപ്പം നമ്മളിപ്പം ക്യാപിറ്റൽ ടി സ്മാൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി സ്മാൾ ടി. ഇപ്പം ഇവിടെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടിയോ അല്ലെങ്കിൽ സ്മാൾ ടിയോ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ പോയിന്റിലും സെയിം ആണെങ്കിൽ, അതായത് ഇപ്പം ഇവിടെ എ ആണെന്ന് വിചാരിച്ചു, ഇവിടെ എ ആവാം അല്ലെങ്കിൽ സ്മാൾ എയോ ആവാം. ഇവിടെ ബി ആണെന്ന് വിചാരിച്ചു, ഇവിടെ ബി ആവാം അല്ലെങ്കിൽ സ്മാൾ ബിയോ ആവാം. ഇവിടെ ഇപ്പം എന്താണ് ഒരു സി എന്ന് വിചാരിച്ചു, ഇവിടെ ക്യാപിറ്റൽ സി ആണ്. സോ അലീൽസ് ഒരു ജീനിൻ്റെ രണ്ട് അലീൽസ് തന്നെ എല്ലാ പോയിന്റിലും കണ്ട ആ ഒരു ക്രോമസോമിനാണ് ഹോമലോഗസ് ക്രോമസോം എന്ന് അറിയപ്പെടുന്നത്. സോ ഇവിടെ പെയറിങ് ഹോമലോഗസ് ക്രോമസോം ഉണ്ട്, പിന്നെ ഹോമലോഗസ് ക്രോമസോമിൻ്റെ അവിടെ എന്താണ് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ഓരോ ഫേസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും മൊത്തമാണ്. സോ ഇതിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം G1 നടക്കും, G1 കഴിഞ്ഞിട്ട് എസ് ഫേസ് കിടക്കും, അത് കഴിഞ്ഞ് G2 ഫേസ്, പിന്നെ മിയോസിസ് 1, അത് കഴിഞ്ഞ് സൈറ്റോകൈനേസ് 1, പിന്നെ മിയോസിസ് 2, പിന്നെ സൈറ്റോകൈനേസ് 2. ഈ ഒരു മിയോസിസ് കഴിയുമ്പോൾ റിഡക്ഷൻ ഡിവിഷൻ കഴിയുമ്പോൾ ക്രോമസോമിൻ്റെ എണ്ണം എന്താണ് ഇവിടെ ഈ ഒരു മിയോസിസ് കഴിഞ്ഞിട്ടാണ് എന്താണ് ഈ സൈറ്റോകൈനേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത് വെച്ചാൽ ഡയാഡ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നു. ഈ ഒരു സൈറ്റോകൈനേസ് ചെയ്യുമ്പോൾ നമുക്ക് ടെട്രാഡ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ സെൽസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്. സോ നമുക്ക് ഓരോ ഫേസിലെയും ഇമ്പോർട്ടൻ്റ് പ്രത്യേകത പഠിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഫേസ് 1ൻ്റെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്, അതാണ് നീറ്റിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. സോ നമുക്ക് പ്രോഫേസ് 1നെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാം. നിങ്ങളിങ്ങനെ പഠിച്ചാൽ ലേസി പഠിപ്പ് ഡേ. ഇപ്പോൾ ലേസി പഠിപ്പ് ഡേ എന്ന് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ലേസിയിൽ നിന്ന് ലെപ്റ്റോട്ടീൻ ആലോചിച്ചോ, ലെപ്റ്റോട്ടീൻ, പിന്നെ സൈഗോട്ടീൻ, പാച്ചിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനേസിസ്. അപ്പോൾ എന്താണ് ലേസി പഠിപ്പ് ഡേ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ വല്ല കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചാലും മതി. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. ഇപ്പം ഫസ്റ്റ് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലാണ് ബൊക്കറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം കാണപ്പെടുന്നത്. ബൊക്കറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മുടെ ലെപ്റ്റോട്ടീൻ സ്റ്റേജിലാണ്. സോ ബൊക്കറ്റ് സ്റ്റേജ് എങ്ങനെ ആലോചിച്ച് വയ്ക്കുകയെന്ന് വെച്ചാൽ LE എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് നിങ്ങൾ ലവ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ലവ്. സോ പണ്ടൊക്കെ പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പയ്യന്മാർ ബൊക്കയും കൊണ്ടൊക്കെ പോകുമല്ലോ. സോ ബൊക്കെ കൊണ്ടുപോകുന്നു. സോ ബൊക്കറ്റ് സ്റ്റേജ്. അപ്പോൾ അത് പഠിച്ചു. പിന്നെ അടുത്തത് ഇതിൽ നമുക്ക് ക്രോമസോം എന്ന് പറയുന്നത് ഗ്രാജുവലി വിസിബിൾ ആകാൻ തുടങ്ങും. ത്രൂ ഔട്ട് ദ ലെപ്റ്റോട്ടീൻ സ്റ്റേജും ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേജാണ് സൈഗോട്ടീൻ എന്ന് പറയുന്നത്. സൈഗോട്ടീൻ്റെ പ്രത്യേകത എന്താണ്? സൈഗോട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സൈഗോട്ടീൻ എന്നുള്ള സൈഗോ ആലോചിക്കണം. സൈഗോട്ട് എന്ന് ആലോചിക്കണം. സോ സൈഗോട്ട് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഫെർട്ടിലൈസേഷൻ വഴിയാണ് ഫോം ചെയ്തത്. ഫെർട്ടിലൈസേഷൻ്റെ വേറൊരു പേരെന്താണ്? സിൻഗമി. അപ്പോൾ നിങ്ങൾക്ക് സിൻ എന്ന് പറയുന്നൊരു വാക്ക് കിട്ടി. സോ സിന്നിൽ നിന്ന് നിങ്ങൾ സിനാപ്സിസ് ആലോചിക്കണം. സിനാപ്സിസ് എന്ന് പറയുന്ന വാക്ക് ആലോചിക്കണം. സിന്നിൽ നിന്ന് സിനാപ്സിസ് എന്ന് പറയുന്നത് ആലോചിക്കണം. സോ എന്താണ് സിനാപ്സിസ്? പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോമിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. സോ സിനാപ്സിൻ്റെ ഭാഗമായിട്ട് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു അല്ലേ? അപ്പോൾ സിനാപ്സിൻ്റെ ഭാഗമായിട്ട് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്തു. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതൊരു ക്രോമസോം ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിൽ മീൻസ് ഇതിൻ്റെ എബോവ് ആയിട്ട് ഹോമലോഗസ് ക്രോമസോം ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ ലൈ ചെയ്യണം. വേറൊരു ക്രോമസോം ഞാൻ അവിടെ വരച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് ക്രോമസോം ഒന്നിന് മുകളിൽ ഒന്നിന് ഇരിക്കുകയാണ്.
സോ അപ്പോൾ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും, അത് സിനാപ്റ്റോണിയൽ കോംപ്ലക്സ് ആണ്. നമ്മളൊരു സൈഡ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ക്രോമസോം കാണാൻ പറ്റും. പക്ഷേ 2 ക്രോമസോം കാണാൻ പറ്റും, 2 സെൻട്രോമിയറും കാണാൻ പറ്റും. പക്ഷേ ഇതിൽ 4 ക്രൊമാറ്റിഡ് ഉണ്ടല്ലേ, ഒന്ന് മുകളിലത്തേൻ്റെ 2 താഴത്തേൻ്റെ 2 4 ക്രൊമാറ്റിഡ് ഉണ്ടല്ലേ. പക്ഷേ 4 ക്രൊമാറ്റിഡും ഈ ഒരു സ്റ്റേജിൽ നല്ലപോലെ വിസിബിൾ അല്ല. ഇവിടെ ബൈവാലൻ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് ബൈവാലൻ്റ് എന്ന് പറയുന്നത്. ഒന്നിന് മുകളിൽ ഒന്നിലായിട്ടിരിക്കുന്നതാണ് ബൈവാലൻ്റ് എന്നറിയപ്പെടുന്നത്. ഈ ബൈവാലൻ്റിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ, ബൈവാലൻറ്റിൽ ഇപ്പോൾ നമുക്ക് 4 ക്രൊമാറ്റിഡും നല്ലപോലെ വിസിബിളായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഡയാഡായിട്ടാണ് കാണപ്പെടുന്നത്. 2 എണ്ണം ഉള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. സോ ഈ ലെപ്റ്റോഡിനും സൈഗോഡിനും ഷോർട്ടാണ്. അപ്പം ഈ ബൈവാലൻ്റെ 4 ക്രൊമാറ്റിഡും ഈസിലി വിസിബിളായി കാണപ്പെടുന്ന അടുത്ത സ്റ്റേജിലാണ് പാച്ചിറ്റീനിലാണ്. അപ്പോൾ പാച്ചിറ്റീനിൽ ബൈവാലൻ്റെ ടെട്രാഡിൻ്റെ ഫോമിൽ കാണപ്പെടുന്നു. പിന്നെ പാച്ചിറ്റീനിൽ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് നടക്കുന്നു. സോ റീകോമ്പിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? റീകോമ്പിനേഷൻ നടക്കും. അപ്പോൾ റീകോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്ന വാക്ക് ആലോചിക്കണം. റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്ന വാക്ക് ആലോചിക്കണം. ഓക്കെ. സോ റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ക്രോസിംഗ് ഓവർ വേണം. സോ ക്രോസിംഗ് ഓവർ ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ എൻസൈം വേണം. റീകോമ്പിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് വേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ആലോചിക്കണം. സോ ഈ ഒരു പാച്ചിറ്റീൻ സ്റ്റേജിൽ അവസാനം റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നുണ്ട്. പാച്ചിറ്റീൻ സ്റ്റേജിൻ്റെ അവസാനം റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്ലോട്ടീൻ ആണ്. ഡിപ്ലോട്ടീൻ സ്റ്റേജിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ, ഡൈ മീൻസ് 2 എന്നാണ് അർത്ഥം. അപ്പം ഇപ്പോൾ എന്താണ്, ഇവർ പെയർ ചെയ്തിട്ട് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇവരെന്ന് പറയുമ്പോൾ പരസ്പരം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ആ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നവരാണ് ഡിസ്റ്റൻഷൻ എന്നറിയപ്പെടുന്നത്. ഇത് NCERT ഇല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ് പറഞ്ഞിട്ടില്ല, തിയറി പോലെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇവർ ക്രോമസോംസ് എന്ന് പറയുന്നത് പരസ്പരം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവർ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സിനാപ്റ്റോണിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യണം. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഈ ഒരു ഫേസിലാണ് നടക്കുന്നത്. പിന്നെ എന്താണ്, ഡിസ്റ്റൻഷൻ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു എസ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് കയാസ്മ എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡയാകൈനേസിസ് ആണ്. ഡയാകൈനേസിസ് എന്ന് വെച്ചാൽ ഈ കയാസ്മ ഉണ്ടായാൽ അതിൻ്റെ ടെർമിനലൈസേഷൻ ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് സിമിലർ ടു പ്രോഫേസിന് 1 സിമിലർ ആണ് ഈ ഒരു ഡയാകൈനേസിസ് എന്നറിയപ്പെടുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു പ്രത്യേകത കുറച്ച് വ്യത്യസ്തമായിട്ട് വരുന്നത്, നമ്മൾ മെറ്റാഫേസിലാണ് ക്രോമസോമൽ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് മൈറ്റോസിൽ പഠിച്ചത്. പക്ഷേ ഇവിടെയാണ് ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ ഇവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റഡ് ആകുന്നത്. സോ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ സ്പിൻഡിൽ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്യും, ന്യൂക്ലിയോലസ് പോകും. പിന്നെ ഡയാകൈനേസ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള മെറ്റാഫേസ് 1 ഒരു ട്രാൻസിഷനെയാണ് കാണിക്കുന്നത്. ട്രാൻസിഷൻ ടു മെറ്റാഫേസ് 1 ഇത് കാണിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റാഫേസ് 1 ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ക്രോമസോം വന്നിട്ട് ഇക്വിറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ചെയ്യാണ്. ഇവിടെ ബൈവാലൻ്റ് ആണ് വന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ടെസ്റ്റിലെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ടെസ്റ്റിലെ ഫോട്ടോ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പം ഇതാണ് ബൈവാലൻ്റ്. ഒരു ക്രോമസോം താഴെ, ഒരു ക്രോമസോം മുകളിൽ. സോ ഇതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇക്വിറ്റോറിയൽ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ മുകളിൽ ഒരു ക്രോമസോം, താഴെ ഒരു ക്രോമസോം ഉണ്ട്. ഇതിൽ കാണാൻ പറ്റില്ല, മുകളിൽ ഒരു ക്രോമസോം, താഴെ ഒരു ക്രോമസോം. എന്നിട്ട് സൈമിൾട്ടേനിയസ്ലി ആയിട്ട് മെറ്റാഫേസിൽ വെച്ചിട്ട് ആ 2 ബ്രേക്ക് ചെയ്യും. സെൻട്രോമിയറിൻ്റെ അവിടെ വെച്ചിട്ടല്ല, അല്ലാതെ 2 ക്രോമസോം സെപ്പറേറ്റ് ആവും. എന്നിട്ട് അവർ ഓപ്പോസിറ്റ് പോളിലോട്ട് പോകും. ഇവിടെ ഒരു ക്രോമസോം ഇങ്ങോട്ടും പോകും, ഒരു ക്രോമസോം ഇങ്ങോട്ടും പോകും. സോ ഇങ്ങോട്ട് പോകുന്ന ക്രോമസോം എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ന്യൂക്ലിയസ് പോലെ ഫോം ചെയ്യും, ഇവിടെയും ഫോം ചെയ്യും. ഇതാണ് ടീലോഫേസ് 1 നടക്കുന്നത്. ഓക്കെ.
ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി നമ്മുടെ മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിന് സിമിലർ ആണ്. സോ ഇങ്ങനെ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ സെല്ല് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, രണ്ടും ഡയാഡ് സെല്ലായിട്ട് ഫോം ചെയ്തിരിക്കുകയല്ലേ. അടുത്തൊരു സ്റ്റേജിൽ എന്ത് നടക്കുമെന്ന് വെച്ചാൽ ഇതുപോലെ വീണ്ടും സ്പിൻഡിൽസ് ഫോം ചെയ്യും. എന്നിട്ട് ആ ക്രോമസോമിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി. ഇത് മുകളിലും താഴെയുള്ള സെൽസ് ന്യൂക്ലിയസിനെയാണ് കാണിച്ചിരിക്കുന്നത്. വീണ്ടും ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് വരും. ഇതുപോലെ ഇതിലും അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അങ്ങനെ ഇവിടെ ക്രോമാറ്റിഡ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അവിടെ ക്രോമസോമാണ് മിയോസിസ് 1. സോ ഇവിടെ ഉള്ളതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ന്യൂക്ലിയസ് ആവും, ഇവിടെ ഉള്ളതെല്ലാം കൂടെ ചേർന്ന് ഒരു ന്യൂക്ലിയസ് ആവും. ഇവിടെ അങ്ങനെ തന്നെയാണ്. സോ ആദ്യം എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ അകത്ത് 2 ന്യൂക്ലിയസ് ആയിരുന്നു. പിന്നെ അത് സൈറ്റോകൈനസ് വഴി അത് 2 സെല്ല് പോലെ ആയി, വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 ആയി. ഇങ്ങനെയാണ് ഡയാഡ് സെല്ല് ഫോം ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഇൻ്റർകൈനേസ് ആണ്. ഇൻ്റർകൈനേസ് എന്ന് വെച്ചാൽ മിയോസിസിൻ്റെ ഒരു മിയോസിൽ നിന്ന് അടുത്ത മിയോസിൻ്റെ ഇടയിലുള്ള ഫേസിനെയാണ് ഇൻ്റർകൈനേസ് എന്നറിയപ്പെടുന്നത്. ഇൻ്റർകൈനേസ് ഷോർട്ടാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സെൽ സൈക്കിൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ NCERT പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ ആദ്യം അത് എഴുതി പഠിപ്പിക്കാനാണ് ബെറ്റർ ആണെന്നൊന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂക്ലിയർ പഠിക്കാം. ഓക്കെ, താങ്ക് യു.